ഹലോ, എല്ലാവർക്കും ഗ്ലോ വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ സീരീസ് ഡേ 20 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷോർട്ടാക്കി വെക്കുക, അതായത് ട്രിം ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ ലൈറ്റായിട്ട് നീം ഓയിൽ തേച്ച് വിടുക. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് 20th ഡേ ആയതുകൊണ്ട് നന്നായിട്ട് കറ്റാർ വാഴയുടെ ജെല്ല് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് തേങ്ങാപ്പാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. രണ്ടും നന്നായി മിക്സിയിലിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുക. ഓക്കെ, ബ്ലെൻഡറിലിട്ടിട്ട് അത് സൊല്യൂഷന് പിഴിഞ്ഞെടുത്തിട്ട്, അതായത് ഹെയർ പാക്ക്. പിന്നെ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് കാണുന്ന ഇടയിലൊക്കെ നന്നായി തേച്ച് വിടുക. ഓക്കെ, ഞാൻ ഹെയർ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ മുടി കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, ഷാംപൂ വെച്ച് ഹെയർ വാഷ് ചെയ്തതുകൊണ്ട്. ഓക്കെ, അത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് എൻഡ്സ് നിങ്ങളുടെ മുടിയിൽ വരാതെ തടയും. പിന്നെ മോയ്സ്ചർ ലോക്ക് ചെയ്യും നിങ്ങളുടെ മുടിയിലത്തെ. എന്നിട്ട് ആ ഒരു ഡ്രൈ ആൻഡ് ഫ്രീസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു ഹെയർ പാക്ക്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് വിട്ടുക. ഒരു അരമണിക്കൂർ മാത്രം വെച്ചാൽ മതി. ഓക്കെ, വെച്ചിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം. വേണമെങ്കിൽ അങ്ങനെ വിട്ടാലും മതി. അതായത് തേങ്ങാപ്പാലിൻ്റെ അതൊന്നും ഉള്ളിലിറങ്ങിയിട്ട് അതൊരു ഓയിൽ ആയിട്ട് നിങ്ങളുടെ മുടിയിൽ നിൽക്കും, അതായത് മോയ്സ്ചർ ലോക്കാവും. ഓക്കെ, അപ്പോൾ 2-3 ദിവസം ആയാലും ആ ഒരു എണ്ണമയം നിങ്ങളുടെ മുടിയിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ നറിഷ്മെൻറ്റിന് നിങ്ങൾക്ക് കറ്റാർ വാഴ വെറുതെ ഇങ്ങനെ ഒരു മസാജ് ചെയ്ത് വിടുക, അതായത് ജെല്ലെടുത്തിട്ട്. ഓക്കെ, നിങ്ങൾക്ക് നൈറ്റ് ടൈമിലോ ഇല്ലെങ്കിൽ ഡേ ടൈമിലോ നന്നായിട്ട് സ്കാൽപ്പിൽ മാത്രം മസാജ് ചെയ്ത് വിട്ടാൽ മതിയാവും. ഓക്കെ, ഈ ഒരു ഹെയർ പാക്കും ഈ എക്സ്ട്രാ ഒരു ആലോവേറ ജെൽ ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഹെയർ കെയർ റെമഡി നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, നിങ്ങളെല്ലാവരും ഈ ഒരു റെമഡി ട്രൈ ചെയ്യുമെന്ന് കരുതുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഷെയർ ചെയ്യുക ആവുന്നത്ര. പിന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ കമൻറ്റ്സിലൂടെ അറിയിക്കുക. ഓക്കെ, നിങ്ങളുടെ ഹെയർ കെയർ റിസൾട്ട്സ് ഒക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും നിങ്ങൾ അറിയിക്കേണ്ടതാണ്. കമൻറ്റ്സിലൂടെ നിങ്ങൾ കമൻറ്റായിട്ട് ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 20th ഡേ ഒന്ന് നിങ്ങൾ അത് ഫോളോ ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, പിന്നെ ആവുന്നത്ര ഷെയർ ചെയ്ത് വിടുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.